ഹലോ ഗേസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യു പിയിലെത്തുന്നതാണ്. രാവിലെ ഉറക്കം എണീറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഫുൾ വേസ്റ്റ്. യു പി എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണെന്ന് അറിഞ്ഞില്ല. അത്രയ്ക്കും പ്ലാസ്റ്റിക്കുകളും വേസ്റ്റും കൊണ്ടങ്ങ് തിങ്ങി നിറഞ്ഞിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറേ ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് എന്ത് മോശ പ്രകടനങ്ങളൊക്കെ കാണിച്ച് കൊച്ചു പിള്ളേരുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിക്കുമായിരുന്നു. അതാണ്ട് പോകുന്നുണ്ട് ഓരോമാരിങ്ങനെ പൈസയ്ക്ക് വേണ്ടി. ഇവിടുത്തെ വീടുകളൊക്കെ കാണണം, വളരെ കുഞ്ഞു വീടുകൾ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റിച്ച് ആൾക്കാരുടെയും വീടും ഇതുപോലെ തന്നെ കുഞ്ഞു വീടൊക്കെ തന്നെ. കാരണം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ കെട്ടിടങ്ങളും മാളികളും ഒക്കെ വെച്ച് അങ്ങനെയൊന്നും ഇവർ ചെയ്തില്ല. ഇവർ കൂടുതലും ഇവരുടെ പേരിൽ തന്നെ ഏക്കർ കണക്കിന് സ്വത്തുക്കളൊക്കെ ഉണ്ട്. അവർ കൃഷി ചെയ്താണ് അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളൊക്കെ കഴിച്ചു കൂട്ടുന്നത്. അതുപോലെ തന്നെ അവിടെ പട്ടാളക്കാരാണ് കൂടുതലും. യു പിയിലുള്ള അവിടുത്തെ ഒരു കുടുംബത്തിലെങ്കിലും ഒരു പട്ടാളക്കാരെങ്കിലും കാണും. ഈ പോകുന്ന വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുൾ അങ്ങ് വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ. അതുപോലെ തന്നെ സൈഡിലിട്ട് പ്ലാസ്റ്റിക്കൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ജനസംഖ്യയുള്ള സ്റ്റേറ്റ് അല്ലേ, അപ്പോൾ ആൾക്കാരിങ്ങനെ തിങ്ങിക്കൂടി അതിൻ്റെയൊക്കെ വേസ്റ്റാണ്. പക്ഷേ ഈ വേസ്റ്റുകളൊക്കെ പറക്കി മാറ്റാൻ എന്തെങ്കിലും സർക്കാർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇക്കാര്യത്തിൽ നമ്മുടെ കേരളം തന്നെയാണ് മുന്നിൽ. വേസ്റ്റൊക്കെ സംരക്ഷിക്കാനായിട്ട് പല പദ്ധതികളും നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചില വീടുകളിലൊക്കെ കൊച്ചു വീടാണെങ്കിലും എല്ലാ വീട്ടിലും അത്യാവശ്യം, എല്ലാ വീടെന്നല്ല കുറേയൊക്കെ വീടുകളിൽ അത്യാവശ്യം AC ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഇവർ പ്ലാസ്റ്റിക് പൊതുസ്ഥലത്തിട്ട് ഇങ്ങനെ കത്തിച്ച് നല്ല പൊല്യൂഷനുള്ളൊരു ഏരിയയും കൂടിയാണ് കേട്ടോ ഈ യു പി എന്ന് പറയുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ സമൂസയും ചായയാണ്. എനിക്ക് വലിയ താല്പര്യമില്ല, പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് ഓർത്തിട്ട് കഴിക്കുവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ട് ആ കാണുന്നതെല്ലാം കൃഷി ചെയ്ത് കൃഷിഭൂമിയാണ്. ഇവർക്ക് ഇഷ്ടം പോലെ കൃഷിഭൂമിയുണ്ട്. ഒരു സൈഡിൽ നെൽകൃഷി, ബാർലി, ചോളം, അങ്ങനെ പല പല കൃഷികൾ ഇങ്ങനെ ചെയ്യാനായിട്ട് അങ്ങ് ഇഷ്ടം പോലെ നിലം ഓരോ വീടിൻ്റെ അടുത്തും ഇങ്ങനെ നിലം നിരന്ന് കിടക്കുക. ഞാൻ ആലോചിക്കുന്നു ഇവർക്ക് ഇതിനും മാത്രം കൃഷിഭൂമി ഇത് എവിടെ നിന്ന് കിട്ടുന്നത്. ആ കണക്കിന് നമ്മുടെ കേരളത്തിലാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കെട്ടിടം വെക്കുന്ന ടീംസാണ്. പക്ഷേ ഇവിടെ ഇവരുടെ ജീവിതം തന്നെ കൃഷിയിലല്ലയോ. ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അന്നം മുട്ടാതെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ കൃഷിഭൂമിയുടെയൊക്കെ വീഡിയൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഏതൊരു റെയിൽവേ സ്റ്റേഷൻ നിർത്തിയപ്പം കടലച്ചോറോ അങ്ങനെ എന്തോ പറഞ്ഞ ഐറ്റവും, പിന്നെ അതുപോലെ തന്നെ ഒരു തരം മിഠായി, പഞ്ചസാര പാവ് കാച്ചി അതിനകത്ത് എള്ള്, അങ്ങനെ ആയിരിക്കാം. എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് വെച്ചിട്ട് അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ മിഠായി പോലെ ഇങ്ങനെ അലിച്ചിറക്കാം, അതിനകത്ത് ഇങ്ങനെ എള്ളിങ്ങനെ വിതറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കടലച്ചോറും നല്ലതായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല എരിയായിരുന്നു. എനിക്കാണെങ്കിൽ എരി ഒട്ടും പറ്റത്തില്ല. അങ്ങനെ എന്തായാലും അത് പകുതി കഴിച്ചു, പകുതി പിന്നെ ചേച്ചിയാണ് കഴിച്ചത്. ഈ ഒരു മിഠായിയാണ് ഞാൻ പറഞ്ഞത്, എള്ള് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ ലഞ്ചിനായിട്ട് പൂരിയും കറിയും. ഭയങ്കര എണ്ണയായിരുന്നു. അങ്ങനെ തന്നെ ഉച്ചയ്ക്ക് ചോറൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ വൈകുന്നേരമായി, ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ ഇടയിൽ സ്നാക്സും അതും ഇതൊക്കെ കഴിച്ചു. പിന്നെ ഭയങ്കര 3 ദിവസം ട്രെയിനിൽ തന്നെ ഇരിക്കുമല്ലേ, അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്താറായപ്പോഴത്തേക്കും കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമല്ലയോ, ആകെ അട്ടക്കൂറ ലുക്കിലായിരുന്നു. 3 ദിവസം ആ ട്രെയിനിൽ കുളിക്കാതെ നനയ്ക്കാതെ ഇരുന്നൊരവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്. അങ്ങനെ ഏകദേശം എത്താറായി. അവിടുന്ന് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചു. അങ്ങനെ പോയപ്പം ഒരു സ്ഥലം എത്തിയപ്പം കറക്റ്റ് നമ്മുടെ കേരളം പോലെ തോന്നി. പച്ചപ്പും ഹരിതാവും എല്ലാം നിറഞ്ഞൊരു ഏരിയ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെയും വീഡിയോ ഒക്കെ എടുത്ത്. അറ്റ് ലാസ്റ്റ് ഞങ്ങളങ്ങനെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്തൊരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്! നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അല്ല, അതിൻ്റെക്കാട്ടിലങ്ങ് ഭയങ്കര വലുപ്പം. അത്രയ്ക്കും വലിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു. തിരക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി തിരക്ക്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഇടിച്ച് തെള്ളി നമ്മളെ ഉരുട്ടി വരെ ഇടും, ആ രീതിയിലുള്ള തിരക്കാണ്. എന്തോരം ജനങ്ങളാണ്! ആകെപ്പാടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി മേളിലോട്ട് കയറി പോകാനായിട്ട് ലിഫ്റ്റുണ്ട്, പിന്നെ ഇതുപോലെ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കയറി പോകുന്നതുണ്ട്. പക്ഷേ ആ സ്റ്റെപ്പിലൂടെ കയറി പോകാൻ ഭയങ്കര ഇടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് കയറി വന്നത്. ആൾക്കാരിങ്ങനെ ഇടിച്ചിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരൊറ്റ വഴിയുള്ളൂ. അങ്ങനെ ഇടിച്ചിടിച്ച് ഞങ്ങൾ എങ്ങനെയൊക്കെ കയറി. അങ്ങനെ കണ്ട് ഇതാണ് ഗോരഖ്പൂരിൻ്റെ ഫ്രണ്ട് ഭാഗം. അങ്ങനെ അവിടെ വന്നിറങ്ങി. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ ടാക്സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വന്ന് വിളിക്കും. പിന്നെ അങ്ങനെ അച്ഛൻ ബസ്സിന് പോകാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. വെൽക്കം ടു ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ.
എന്ന ബോർഡിൻ്റെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ കുറേ സ്ട്രീറ്റിൽ ഇങ്ങനെ പലതരം ഫുഡുകൾ, മിഠായികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. അതിൻ്റെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇതാണ് ഗോരഖ്പൂരിലെ ബസ് സ്റ്റോപ്പ്. ഇവിടുന്ന് ഞങ്ങൾ സൊണോലി ബസ് കയറിയിട്ടാണ് ഞങ്ങൾ നേപ്പാളിലോട്ട് പോകാനുള്ള പ്ലാനിങ്. ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചൂട്, വിയർത്തങ്ങ് ഒഴുകുക. ആകെപ്പാടാണ്. ചേച്ചിയാണെങ്കിൽ വിയർത്തങ്ങ് തളർന്ന്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 6 ഉച്ചയ്ക്ക് പൂരിയാണ് കഴിച്ചത്. ആ പൂരി കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും ആയില്ല. വിശന്നിട്ടാണെങ്കിൽ ചേച്ചി വിശക്കുക. അവളാണെങ്കിൽ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങ് പറയടി എനിക്ക് ഇച്ചിരി ചോറും മീനും കഴിക്കാൻ തോന്നുന്നു, നല്ല മുളകിട്ട് കറിയുള്ള ചോറും മീനും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കുറേ ആയപ്പോൾ ഇറിറ്റേഷൻ. ഞാൻ പറഞ്ഞു, നീ ഒന്ന് മിണ്ടായിരിക്കുമോ, ഞാൻ ഇത് വീഡിയോ എടുത്തിട്ട് ആൾക്കാരെ കാണിക്കത്തേ ഉള്ളൂ. ഇത്രയും ചോറും മീൻ കറിയും വേണം, നീ സഹിക്കുക, ആദ്യത്തെ 3 ദിവസം ആയതല്ലേ ഉള്ളൂ, ഇപ്പോഴേ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ഇയാൾക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ ചോറ് വേണം. ഇവിടെ ആണെങ്കിൽ ചോറൊക്കെ അവിടുത്തെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങൾ ഗോരഖ്പൂരിൽ നിന്ന് ബസ് കയറി സൊണോളിയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. അവിടുന്ന് ഒരു 3.5 കഷ്ടിച്ച് 4 മണിക്കൂറിന് കൂട്ടാം. അത്രയും മണിക്കൂറത്തെ യാത്രയുണ്ട്. അതിൻ്റെ ഇടയിൽ അരമണിക്കൂർ അവർ ചായ കുടിക്കാനായിട്ടൊക്കെ നിർത്തിയിട്ടിരുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 3.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേപ്പാൾ ബോർഡറിലെത്തി. അവിടുന്ന് ഇന്ത്യൻ ബോർഡറിൽ നിന്ന് നേപ്പാൾ ബോർഡറിലോട്ട് ഞങ്ങൾ നടക്കുവാണ്. ചെക്കിങ് കാരണം ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ബോർഡറാണ് ആ കളറിൽ ഇങ്ങനെ കാണുന്നത്. അധികം ഒന്നും നടക്കാനുള്ള, ഒരു ഇച്ചിരി നടത്താം, ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളായിരുന്നു. അവിടുന്ന് നടന്ന് ഞങ്ങൾ നേപ്പാൾ ബോർഡറിലോട്ട് കയറുന്ന വീഡിയോ അടുത്ത ഭാഗത്ത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.